ഓസ്കാർ ലെവൽ പടം. പടം ഫസ്റ്റ് ഹാഫ് ഒരു നീറ്റ് പക്ക ഇന്റർനാഷണൽ സ്റ്റാഫ്, ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ കിടിലൻ ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ഒക്കെ വരുമ്പോഴത്തേക്കും ആദ്യമൊക്കെ ഒരു ഓക്കെ ഫീൽ, പടം കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചത്. അപ്പോഴാണ് ടോവിനോ എൻട്രി മുതൽ പടം കയറയാണ്. കിടില ഇമോഷണൽ കണക്ട്, എല്ലാവരുടെ പെർഫോമൻസ് വേറെ ലെവല്. ക്ലൈമാക്സിനാണ് പടത്തിന്റെ ജീവൻ. ക്ലൈമാക്സിൽ ഈ പടം വീണെങ്കിൽ നീറ്റ് ക്ലൈമാക്സ് സൂപ്പർ പടം. അതൊരു മലയാള പടം ഒന്നും ഫീൽ ചെയ്യൂല. ക്ലൈമാക്സ് ഇപ്പോഴും നമ്മളെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലൈമാക്സ് നമുക്ക് ആ ഒരു ഫീൽ അത് കിട്ടും. കാരണം പടത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളെ മൈൻഡ് മാറ്റിക്കൊണ്ട് പോയ രീതിയിലാണ് ക്ലൈമാക്സ് കൊണ്ട് വെച്ചത്. ടോവിനോട് ഒരു ഇമോഷണൽ കണക്ട് അവിടെ കൊണ്ട് നിർത്തിയതിനു ശേഷം ആ ഒരു ഹൈ അപ്പോഴാണ് കിട്ടുന്നത്. അത് അതുപോലെ നിലനിർത്തി പടം കൊണ്ട് എന്റെ ഏൽപ്പിച്ചു. കുഴപ്പമില്ല, ഇതൊരു അവാർഡ് മൂവി ഫിലിമാണ്. കാരണം തിയേറ്റർ വാച്ചബിൾ ഒന്നും അല്ല, ഫ്രാങ്കായിട്ട് പറയാം. കാരണം അത്രത്തോളം ഫസ്റ്റ് ഹാഫ് നമുക്ക് കുഴപ്പമില്ല, കണ്ടുകൊണ്ട് വരാം. സെക്കൻഡ് ഹാഫിൽ ഒരു 1.25 മണിക്കൂർ പക്കാലാകും. ക്ലൈമാക്സ് തൂക്കിയിട്ടുണ്ട്. ക്ലൈമാക്സ് ആ ഒരു ഒറ്റ സീന് വേണ്ടി മാത്രം നമ്മൾ എന്തിനാ തിയേറ്ററിൽ പറഞ്ഞത്? മേ ബി നമുക്ക് അതിനോടൊക്കെ ഒരു ഉപമിക്കാം. കാരണം ബാക്കി വിലയിരുത്തേണ്ടത് പ്രേക്ഷകരല്ലേ. തീർച്ചയായിട്ടും എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആവറേജ് ലെവലിലേ പോകുന്നുള്ളൂ. പക്ഷേ ആ ഒരു ക്ലൈമാക്സിന്റെ ട്വിസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി എന്തിനാണ് ഇത്രത്തോളം നീട്ടി വലിച്ച് വേറെ ലെവലിലൊക്കെ കൊണ്ടുപോകുന്നുള്ള ഒരു ചോദ്യചിഹ്നം ബാലൻസ്. ക്ലാസ് പടം ബ്രോ. എന്ന് വെച്ചാൽ ഒരു നല്ല ഇന്റർനാഷണൽ സ്റ്റഫ്. എന്ന് വെച്ചാൽ നമ്മള് ഇങ്ങനെ വലിയ നമ്മളെ ഇംഗ്ലീഷ് പടങ്ങളെ കാണില്ല, അതേപോലെ ഇരുന്ന് കാണണം. വലിയ ട്വിസ്റ്റ് ഉണ്ടാണെന്ന് പ്രതീക്ഷിക്കാതെ ലാസ്റ്റ് കൊണ്ടുവന്ന് നമ്മള് ടൊവിനോയുടെ ആയാലും ഇമ്പാക്ട് ഉണ്ട്. ടൊവിനോ വരുന്നതിന് മുന്നേ വരെ കുറച്ച് സെക്കൻഡ് ഹാഫ് ലാഗ് ഉണ്ടായിരുന്നു. ടൊവിനോ വന്നതോടുകൂടി ഭയങ്കര ഇതായിട്ടുണ്ട്. എക്കോ പോലാണോ? എക്കോ ഫിലിം പോലെ നമുക്ക് അത് രണ്ട് ജോണറാണ്, ഡിഫറെന്റ് ജോണേഴ്സ് ആണ്. എന്ന് വെച്ചാൽ ഇതൊരു അമ്മ മകൻ ബന്ധം അങ്ങനെ കുറച്ച് എലിവേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് നല്ലൊരു ടെസ്റ്റ് വന്നിട്ടുണ്ട്. നല്ല സിനിമ, എല്ലാവർക്കും ഫെസ്റ്റിവലിന് കാണിക്കാൻ ആ ഒരു മോഡൽ സിനിമ എല്ലാവർക്കും കാണാൻ പറ്റി, വീട്ടുകാർക്ക് എല്ലാം വന്ന് കാണാൻ പറ്റി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ. ക്ലൈമാക്സ് നമ്മൾ പക്കാടി ഞെട്ടിച്ച്. നല്ല സിനിമ, വളരെ നല്ല സിനിമ. ക്ലൈമാക്സ് ഞെട്ടിച്ചോ? ഉറപ്പായിട്ടും. റീസെന്റ്ലി ഈ വർഷം ഇറങ്ങിയതിൽ കഥയുള്ള അല്ലെങ്കിൽ ഒരു ഗംഭീര സിനിമ ആഫ്റ്റർ എക്കോയ്ക്ക് ശേഷം ഇത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള അൺഎക്സ്പെക്ടഡ് ക്ലൈമാക്സ് ഉള്ള ഒരു സിനിമ ഈ വർഷം ഇറങ്ങിയിട്ടില്ല. ക്ലൈമാക്സ് ഇപ്പോഴും ഒരു ഓസ്കാർ ലെവൽ പടം. കാരണം പക്ഷെ നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക് ഓസ്കാർ കിട്ടാനൊക്കെ അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഏതൊരു ഓസ്കാർ സിനിമയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് എല്ലാ ഓസ്കാർ സിനിമകൾക്കും ഒപ്പം അല്ലെങ്കിൽ അതിന് മേളിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. പക്ക ഒരു ഹോൾഡിംഗ് എക്സ്പീരിയൻസ് ആണ്. അതെ തീർച്ചയായിട്ടും. ക്ലൈമാക്സ് കാണുമ്പോൾ ഇപ്പോഴും അടിപൊളി ഒരു ടോപ്പ് നോച്ച് ഐറ്റം. അടിപൊളി സാധനം, ഒരു രക്ഷയില്ല. വൺ സാധനം. ഫിലിം ഫെസ്റ്റിവലിനൊക്കെ ഇറക്കാൻ പറ്റിയ സാധനം. സെക്കൻഡ് ഹാഫിൽ ചെറിയ ലാഗ് ഫീൽ ചെയ്യും, പക്ഷെ അങ്ങ് സെറ്റ് ആയിട്ട് വരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത കോമയൊക്കെ ഉണ്ട്. നമ്മൾ എന്താ പ്രതീക്ഷ? ഡബിൾ കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും. കൊള്ളാം, നല്ല പടം കാണണം. നന്നായിട്ട് എടുത്തിട്ടൊക്കെ ഉണ്ട്. നമ്മൾ മഞ്ഞുമൽ ബോയ്സിന്റെ മോളിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. അല്ല, എനിക്ക് മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. കൊള്ളാം, പിന്നെ എക്സ്പീരിയൻസ് ആണ്. ലാഗും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു ലാഗ് ചെറിയ രീതിയിൽ തോന്നിയായിരുന്നു, പക്ഷെ കൊള്ളാം. അമ്മയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു മസ്റ്റ് വാച്ച് ആണോ? അമ്മയെ സ്നേഹിക്കുന്നവർക്കും സ്നേഹിക്കാത്തവർക്കും എല്ലാവരും കാണാം, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പടം ഞാൻ ഇമോഷണൽ ആയി പോയി. കാര്യം ഒരു ഫസ്റ്റ് ഹാഫ് പകുതി തൊട്ട് അങ്ങോട്ട് ഫുള്ള് ത്രൂ ഔട്ട് ഭയങ്കര ഇമോഷണലി ഫീൽ ചെയ്യുന്ന പടമാണ്. ആസ് യൂഷ്വൽ നമുക്കറിയാം ടെക്നിക്കൽ സൈഡ് എല്ലാവരും ആ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് ഔട്ട്പുട്ട് പടത്തിൽ വന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ സ്റ്റഫാണ്. ഇന്റർനാഷണൽ ഞാൻ ആക്ച്വലി ആ ഒരു കഥയിൽ അലിഞ്ഞിരുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ടെക്നിക്കൽ സൈഡ് പറയാൻ പറ്റുന്നില്ല. എന്താ പറയുക, ചുറ്റുമുള്ള സ്ക്രിപ്റ്റ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി, അതായത് ഇപ്പം ഈവൻ ഈ പടത്തിലെ ഡയലോഗ്സ് ഇല്ലെങ്കിൽ പോലും സിനിമാറ്റോഗ്രാഫിയും അവരുടെ ആക്ടിങ്ങും കൊണ്ട് നമുക്ക് കഥ എന്താണെന്ന് മനസ്സിലാവും. ഡയലോഗ്സിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. എന്താ പറയാ, ഒന്നും പറയില്ല, അടിപൊളി ടെക്നിക്കൽ